ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് പ്രഗ്നൻസിയുടെ 36ാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത്, അമ്മയിൽ എന്താ സംഭവിക്കുന്നത്, കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. ഗർഭകാലത്തിൻ്റെ അവസാന മാസത്തിലേക്ക് കടക്കുകയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട്. ഇടയ്ക്ക് നിങ്ങളുടെ ഗർഭപാത്രം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വാരിയലിൻ്റെ ഒക്കെ തൊട്ട് താഴെ എത്തുന്നത് ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ്? അതെല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല, എന്നാലും ചില ആൾക്കാർക്കൊക്കെ ഫീൽ ചെയ്യും. ഫീൽ ചെയ്യാന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പെയിനൊക്കെ ചിലപ്പോൾ ഉണ്ടായിന്ന് വരും, അങ്ങനെയാണ് ഫീൽ ചെയ്യുക. പിന്നെ ഇത് കുഞ്ഞിൻ്റെ തലയുടെ പൊസിഷൻ താഴേക്ക് പോകുന്തോറും അതിന് മാറ്റം വരുന്നതായിരിക്കും. ഈ ആഴ്ചയിൽ ഇപ്പോൾ കുഞ്ഞിന് 2.7 കിലോ ഭാരവും അതുപോലെ 18.7 ഇഞ്ച് നീളവും ഉണ്ടാവും. ഏതാണ്ട് താരതമ്യപ്പെടുത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ ഒരു വലുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. നമുക്കിനി അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ. മിക്ക കുഞ്ഞുങ്ങളും ഈ 35ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും അവരുടെ തല താഴേക്കായിട്ടുള്ള പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ കാലുകളാണ് താഴത്തേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ബ്രീച്ച് പൊസിഷൻ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ബ്രീച്ച് പൊസിഷനിലാണ് കുഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി നടക്കില്ല. കാരണം നമ്മുടെ കുഞ്ഞിന് തല താഴെ വന്നാലാണ് തല ആദ്യം താഴേക്ക് പോരുള്ളൂ. അപ്പോൾ അതിനെയാണ് സെഫാലിക് പൊസിഷൻ എന്ന് പറയണേ. അപ്പോൾ ബ്രീച്ച് പൊസിഷനിൽ നിന്ന് സെഫാലിക് പൊസിഷൻ ആവാൻ വേണ്ടിയിട്ട് ചില ഡോക്ടർമാർ നിങ്ങൾക്ക് എക്സസൈസ് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള എക്സസൈസ് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് റെസ്റ്റ് ആയിരിക്കും, ചിലർക്ക് ബെഡ് റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോൾ ബ്രീച്ച് പൊസിഷനാണ് ബേബി എന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റിൽ വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കിപ്പോൾ ആദ്യത്തെ പ്രസവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദരത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ഭാരക്കുറവൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ആഴ്ചയോട് കൂടിയിട്ട് തോന്നും. അതിനെ ലൈറ്റനിങ് എന്നാണ് പറയണേ. ഇതിനിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നല്ല ഹൈ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ഒരു ഹമ്പോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാട്ടത്തിൽ ഇങ്ങനെ ചാടി, ആ ചാട്ടം ചാടിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയ സമയത്ത് നമ്മുടെ വയറ്റിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ ഫീലിങ്ങിനെയാണ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ഇത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, നോർമൽ ആൾക്കാർക്കും ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു മാത്രം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തൊക്കെ അസ്ഥികളൊക്കെ അഴഞ്ഞു വലുതാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉള്ളത് അനുഭവപ്പെടുന്നത്. ഇനി ഇതെന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിന് അരക്കെട്ടിൽ കൂടുതലായിട്ട് കിട്ടിയ സ്ഥലത്തിലൂടെ സുഖകരമായിട്ട് താഴേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യത്തെ പ്രസവത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിലോ അല്ലെങ്കിൽ തുടർന്നുള്ള പ്രസവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡെലിവറിക്ക് തൊട്ട് മുൻപൊക്കെ ആയിട്ട്, അതായത് ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. നമുക്കിനി കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ. കുഞ്ഞിൻ്റെ വെയിറ്റൊക്കെ വേഗത്തിൽ ഇനി കൂടാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ മോണകളൊക്കെ നന്നായിട്ട് പുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കുഞ്ഞിൻ്റെ തലയോട്ടിലെ എല്ലുകളൊക്കെ ചലിക്കാനും ഒന്നിന് മേലേക്ക് ഒന്നായിട്ട് ഇങ്ങനെ കയറി ഇരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുഞ്ഞിന് പുറത്തേക്ക് വരാനുള്ള പാത എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇടുങ്ങിയ പാതയാണ്. അപ്പോൾ അതുകൊണ്ട് അതിലെ സുഖകരമായിട്ട് കുഞ്ഞ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ തല നീണ്ട് കൂർത്തൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജനിച്ച് ഏതാണ്ട് മണിക്കൂറുകൾ കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴൊക്കെ ഈ അസ്ഥിപാളികളെല്ലാം ശരിയായ സ്ഥാനത്തേക്ക് പോയിട്ട് തലയ്ക്ക് വേണ്ട ആകൃതിയും വലിപ്പവും സൈസും കറക്റ്റായിട്ട് എത്തിക്കോളും. നമുക്കിനി ഈ ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. ഏകദേശം 2400 മുതൽ 2500 വരെ കലോറി അടങ്ങിയ ഭക്ഷണം അമ്മ ദിവസവും കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ വീഴ്ച വരുത്താണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ പഴങ്ങളും പച്ചക്കറികളും പ്രോട്ടീനും പാലുൽപ്പന്നങ്ങളും പിന്നെ മുഴുധാന്യങ്ങൾ, ബീൻസ്, ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഡോക്ടർ വിസിറ്റ് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഡോക്ടർ വിസിറ്റ് പറഞ്ഞ സമയത്ത് ഇനി മുടങ്ങാണ്ട് തന്നെ
ഡോക്ടറെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ഇനി ഈ ആഴ്ച മുതൽ അങ്ങോട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസവത്തിനെ പറ്റി പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന സുഹൃത്തുക്കളുണ്ടാവാം, അല്ലെങ്കിൽ ബന്ധുക്കളുണ്ടാവാം. അതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം പറയുന്നവരുണ്ടാവാം. ഇങ്ങനെ സംഭവിക്കാം, അങ്ങനെ സംഭവിക്കാം എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊക്കെ മുഴുവനായിട്ടും നമ്മുടെ ഈ ഒരു ടൈമിൽ മാറ്റി നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അമ്മമാർ, ഗർഭിണിയായ സ്ത്രീകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഞെട്ടുന്ന സിനിമകളുണ്ടാവാം, പേടിപ്പിക്കുന്ന സിനിമകളൊക്കെ കുറേ ഉണ്ട് ഇപ്പോൾ. അതൊന്നും ഈ സമയത്ത് ഇനി അങ്ങോട്ട് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ പെട്ടെന്ന് ഞെട്ടുകയോ പേടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് മാത്രം നല്ലതല്ല. അതുപോലെ വീട്ടിലുള്ള ആൾക്കാരായാലും ഗർഭിണിയായ സ്ത്രീനെ ഇനി പേടിപ്പിക്കരുത്. ചെറിയൊരു പടക്കം പൊട്ടണം വെച്ചാൽ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ബലൂൺ പൊട്ടുന്ന സൗണ്ട് പോലും പേടിയുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ചുള്ള കെയർ കാര്യങ്ങൾ എടുത്തതിന് ശേഷം മാത്രം ബലൂണുകളുള്ള അടുത്ത് നിൽക്കുക. അല്ലെങ്കിൽ പടക്കം പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോവാണ്ടിരിക്കുക. പെരുന്നാളുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്നും പോവാണ്ടിരിക്കുക. പോവാം, പക്ഷേ പടക്കം പൊട്ടുന്ന സമയത്ത് നമ്മൾ സേഫായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കണേ, പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് 35ാമത്തെ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അത് ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ റെക്കമെൻഡേഷൻസിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് തോന്നിയ പ്രൊഡക്ട്സ് കാര്യങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ കയറി നോക്കാവുന്നതാണ്. താങ്ക്